ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും പാലിച്ചുകൊണ്ട് അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി, അടിമകളായി ജീവിക്കാൻ എന്നോടും എല്ലാവരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ, അള്ളാഹുവിനെ അനുസരിക്കണം, അവൻ്റെ പ്രവാചകനെ അനുസരിക്കണം എന്ന തരത്തിലുള്ള അഭിസംബോധനകൾ പല സ്ഥലങ്ങളിലായി, പല സൂറകളിലായി നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിനെ അനുസരിക്കുക, അവന് വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അവൻ്റെ വേദഗ്രന്ഥത്തിലൂടെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായ നിലയിൽ നമ്മൾ വിശ്വാസം രൂപപ്പെടുത്തിയെടുക്കുക എന്നതാണ് ഏതൊരാളും നിർവഹിക്കേണ്ട കടമ. അപ്പോൾ റബ്ബിനെ കഴിഞ്ഞാൽ പിന്നെ വിശ്വാസി ഏറ്റവും അധികം അനുസരിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. പരിശുദ്ധ ഖുർആൻ അക്കാര്യം എടുത്തുദ്ധരിക്കുന്നുണ്ട്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സൂറത്ത് അഹ്സാബിലെ 6-ാമത്തെ സൂക്തം. അന്നബിയ്യു മുഹമ്മദുൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സത്യവിശ്വാസികൾ അവരുടെ നഫ്സിനെ, അവരുടെ സ്വന്തം ശരീരത്തെക്കാളൊക്കെ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടതും അനുസരിക്കേണ്ടതും അംഗീകരിക്കേണ്ടതും നിരുപാധികം, ഒരു ഉപാധിയുമില്ലാതെ അനുസരിക്കപ്പെടേണ്ടതാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. എങ്കിലേ നമ്മുടെ വിശ്വാസം പൂർണ്ണമാവുകയുള്ളൂ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നിഷ്ടപ്രകാരം, സ്വന്തം താല്പര്യപ്രകാരം ഒരു കാര്യവും പറഞ്ഞിട്ടില്ല, പറയുകയില്ല എന്നതാണ്. വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം, ഇച്ഛക്കനുസരിച്ച് സംസാരിക്കുകയില്ല. മറിച്ച് ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ, അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ പ്രവാചകൻ ഒരു കാര്യവും ഒഴിയുകയില്ല എന്നാണ് ഇപ്പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ദൈവികമായി കിട്ടുന്ന നിർദ്ദേശങ്ങൾക്കനുസൃതമായി കൽപ്പിക്കപ്പെടുന്ന ഏത് കാര്യവും നിരുപാധികം, യാതൊരു ഉപാധിയുമില്ലാതെ അത് സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ജീവിതത്തിൽ അത് ഉൾക്കൊണ്ട് അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യേണ്ടത് ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് നിർബന്ധമാണ് എന്നതാണ് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. ലാ യുമിനു അഹദുക്കും, ഒരാളും വിശ്വാസിയാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി,
അവനിക്ക് ഏറ്റവും പ്രിയങ്കരനായത്, ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഞാനായിരിക്കണം. മിൻ വലദിഹി തന്റെ സന്താനങ്ങളെക്കാൾ, വവാലിദിഹി തന്റെ മാതാപിതാക്കളെക്കാൾ, വന്നാസ് അജ്മഈൻ ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെക്കാളും. അപ്പം നമ്മുടെ മക്കളെക്കാളേറെ, മാതാപിതാക്കളെക്കാളേറെ, മുഴുവൻ ജനങ്ങളെക്കാളുമേറെ താൻ സമ്പാദിച്ച തന്റെ എല്ലാ സമ്പാദ്യത്തിനുമപ്പുറം ഏറ്റവും കൂടുതൽ നാം സ്നേഹിക്കേണ്ടതും ഇഷ്ടപ്പെടേണ്ടതും മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണല്ലോ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് തന്നെ പ്രവാചകന് ശേഷം ഇനിയൊരു പ്രവാചകനില്ല, ഇനിയൊരു വേദഗ്രന്ഥമില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊന്നാണോ ഈ ലോകത്ത് പഠിപ്പിച്ചത്, എന്തൊന്നാണോ ഇവിടെ ബാക്കിയാക്കി വെച്ചു പോയിട്ടുള്ളത്, അതങ്ങനെ തന്നെ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ, ഏറ്റക്കുറച്ചിലുകൾ വരുത്താതെ കൃത്യമായി അത് നിർവഹിക്കാൻ ഉത്തരവാദപ്പെട്ടവരാണ് സത്യവിശ്വാസികളായ നമ്മളൊക്കെ. അപ്പൊ പ്രവാചകന്റെ സുന്നത്ത് അത് അനുധാവനം ചെയ്യുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. എന്താണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ, അസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഖ്വാലിഹി വമിൻ അഫ്ആലിഹി വതഖരീറാതിഹി. എന്താണ് സുന്നത്ത്? മാ സന്നഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള ശരിയാക്കി കാണിച്ചു തന്നതാണ് സുന്നത്ത്. അത് പ്രവാചകൻ മിൻ അഖ്വാലിഹി, പ്രവാചകൻ മൊഴിഞ്ഞ കാര്യങ്ങളാണ്, ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞ കാര്യമാണ്. വ അഫ്ആലിഹി, പ്രവാചകൻ പ്രവർത്തിച്ചു കാണിച്ചു തന്ന കാര്യമാണ്. വ തഖരീറാതിഹി, പ്രവാചകൻ സഹാബിമാരൊരു കാര്യം ചെയ്യുമ്പോ അവിടെ മൗനം ദീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതും സുന്നത്താണ്. ഇങ്ങനെ ഒന്നുകിൽ പറഞ്ഞത്, അല്ലെങ്കിൽ പ്രവർത്തിച്ചത്, അതുമല്ലെങ്കിൽ മൗനമായി അനുവാദം നൽകിയത്, ഈ മൂന്ന് വൃത്തങ്ങളിലും ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് സുന്നത്താണ്. ആ വൃത്തത്തിന് പുറത്തുള്ളത്, ഈ പറയപ്പെട്ട മൂന്ന് കാര്യങ്ങളിലും പെടാത്തത്, അതിന് പറയപ്പെടുന്ന പേരാണ് ബിദ്അത്ത്. മതത്തിന്റെ കാര്യത്തിൽ പുതുതായി നിർമ്മിക്കപ്പെട്ടതിനാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അറിയണം എന്താണ് സുന്നത്ത്. പ്രവാചകൻ കാണിച്ചു തന്നതാണ്, പ്രവാചകൻ പഠിപ്പിച്ചു തന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു തരാത്ത ഒരു കാര്യവും മതത്തിൽ അത് പുണ്യകരമാണ് എന്ന് വിചാരിച്ച്, എനിക്ക് പുണ്യം കിട്ടും എന്ന് വിചാരിച്ച് ഏതൊരു കാര്യം ചെയ്താലും അത് സുന്നത്തിന്റെ ഗണത്തിൽപ്പെടുകയില്ല. പലപ്പോഴും നമ്മൾ അതിന് നൽകുന്ന വ്യാഖ്യാനം, അത് നല്ലതല്ലേ, നല്ല ഒരു കാര്യമല്ലേ, അത് ഭക്ഷണം കൊടുക്കലല്ലേ, അവിടെ ദാനധർമ്മം ചെയ്യലല്ലേ. പക്ഷേ പ്രവാചകന്റെ സുന്നത്തിൽപ്പെടാത്ത നിലക്ക്, പ്രവാചകൻ പഠിപ്പിക്കാത്ത വിധത്തിൽ ഏതു കാര്യത്തിൽ ഇടപെട്ടാലും അത് സുന്നത്തിന്റെ ഗണത്തിൽ വരികയില്ല എന്ന് നമ്മൾ അറിയണം. ഇന്ന് നമ്മുടെ രാജ്യത്ത് ആഘോഷങ്ങളുടെ പെരുമഴയാണ്, ആഘോഷ പെരുമഴയാണ്. എല്ലാ വിഭാഗം ആളുകളും മതത്തിന്റെ പേരിൽ ആഘോഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇസ്ലാമിന്റെ പേരിൽ, അല്ലെങ്കിൽ ഇസ്ലാം മതത്തിന്റെ പേരിൽ, അതല്ലെങ്കിൽ പ്രവാചകന്റെ പേരിൽ ഒരാഘോഷമുണ്ടാകുമ്പോൾ ആ ആഘോഷത്തിന് അടിസ്ഥാനം എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും അത് മനസ്സിലാക്കേണ്ടതും ഏതൊരു വിശ്വാസിയുടെയും ബാധ്യതയാണ് എന്ന് ആദ്യമേ തന്നെ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം. ഇതൊരു വിഭാഗീയതയുടെ പ്രശ്നമല്ല, ഇത് ഏതെങ്കിലും ഒരു വിദ്വേഷത്തിന്റെ പ്രശ്നമല്ല, ഇതെന്റെ സ്വർഗത്തിന്റെ പ്രശ്നമാണ്. ഇത് നമ്മുടെ എല്ലാവരുടെയും സ്വർഗ നരകം തീരുമാനിക്കപ്പെടുന്ന വിഷയമാണ് എന്നതുകൊണ്ട് വളരെ ലാഘവത്തോടുകൂടി കാണേണ്ട ഒരു പ്രശ്നമല്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. 23 കൊല്ലം
23 കൊല്ലം നുബുവത്തിന് ശേഷം മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് ജീവിച്ചു പോയിട്ടുണ്ട്. എന്നാൽ 23 കൊല്ലക്കാലത്തിനിടയിൽ പ്രവാചകൻ കാണിച്ചു തരാത്തതോ പ്രവാചകൻ അനുഷ്ഠിക്കാത്തതോ ആയ ഏതെങ്കിലും ഒരു കാര്യം, അത് ഏത് വിഷയമാണെങ്കിലും ശരി, അത് മതത്തിന്റെ പേരിൽ, അത് ദീനിന്റെ പേരിലാണെങ്കിൽ അത് നമ്മൾ ഒരു പരിശോധനയ്ക്ക് നമ്മൾ വിധേയമാക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ അറിയണം. ഇവിടെ നാടിന്റെ നാടായ നാട്ടിലൊക്കെയും ഗ്രാമാന്തരങ്ങളിൽ എല്ലാ ഇടങ്ങളിലും കുറച്ചു ദിവസമായി നമ്മൾ കാണുകയാണ് പ്രവാചകന്റെ പേരിൽ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ജന്മദിനം എന്ന പേരിൽ ആഘോഷിക്കപ്പെടാൻ പോകുന്ന അതിന്റെ മുന്നോടിയായി നമ്മൾ അങ്ങാടികളും അതേപോലെ തന്നെ പള്ളി മദ്രസകളും സ്ഥാപനങ്ങളുമൊക്കെ ഏറെ അലങ്കരിക്കപ്പെട്ട് കാണുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ 23 കൊല്ലം ജീവിച്ചിട്ട് ഒരു കാരക്കച്ചുള കൊടുത്ത് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചതായി ഇസ്ലാമികൾ എവിടെയെങ്കിലും ഒരു തെളിവ് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഇവിടെയാണ് ഞാനും നിങ്ങളും ഒരു പഠനത്തിന് വിധേയമാക്കേണ്ടത്. 23 കൊല്ലം നുബുവത്ത് കിട്ടിയിട്ട് പ്രവാചകൻ ഈ ലോകത്ത് ജീവിച്ചിട്ട് തന്റെ ജന്മദിനം വരുമ്പോ ഒരു കാരക്കച്ചുള കൊടുത്തിട്ട് ആരെയെങ്കിലും പ്രവാചകൻ സന്തോഷിപ്പിച്ചതായി രേഖയിൽ നമ്മൾ കാണുന്നുണ്ടോ? തീർന്നില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു. നമുക്കറിയാം, മയ്യത്ത് മറവ് ചെയ്യാൻ ദിവസങ്ങൾ എടുത്തു. എന്തിനു വേണ്ടിയാണ്? തന്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ 1-ാം ഖലീഫയായി അവിടെ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. 2 കൊല്ലവും 3 മാസവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തി. ഈ കാലയളവിൽ മുഹമ്മദ് നബി മരണപ്പെട്ടതിന് ശേഷം മുഹമ്മദ് നബിയുടെ ജന്മദിനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആഘോഷിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും ലൈറ്റ് തോരണം തൂക്കിയതായി ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? തീർന്നില്ല. അതിനുശേഷം 2-ാം ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു 10.5 കൊല്ലം ഈ രാജ്യത്ത് ഭരണം നടത്തിയിട്ടുണ്ട്. 10.5 കൊല്ലം ഉമർ ഖത്താബ് ഭരണം നടത്തിയിട്ട് ഏതെങ്കിലും ഒരു ദിവസം മുഹമ്മദ് നബിയുടെ ജന്മദിനം എന്ന പേരിൽ ഏതെങ്കിലും ഒരു ദിവസം പ്രത്യേകത കൽപ്പിച്ച് എന്തെങ്കിലും ഒരു പായസം വിളമ്പി, ഒരു മധുരപലഹാരം വിളമ്പി, ഒരു ആടിനെ അറുത്ത് വിതരണം ചെയ്തത് ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയെങ്കിലും തെളിവുകളുണ്ടോ? തീർന്നില്ല. 3-ാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ശേഷം 12 കൊല്ലം, ഈ 12 കൊല്ലക്കാലയളവിൽ അത്തരത്തിലുള്ള ഒരു ഏർപ്പാട് നടത്തിയതായി ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയും നമ്മൾ പരതിയിട്ട് കാണുന്നില്ല. അലി ഇബ്നു അബീ താലിബ് 4-ാം ഖലീഫ. അലി ഇബ്നു അബീ താലിബ് ആരാ? സ്വന്തം മുഹമ്മദ് റസൂലുള്ളാഹിയുടെ സ്വന്തം കരളിന്റെ കഷ്ടമാണ് ഫാത്തിമ. അൻതി ഖിത്അത്തുൻ മിൻ കബ്ദി. എടി ഫാത്തിമ, നീ എന്റെ കരളിന്റെ കഷ്ടമാണ് ഫാത്തിമ എന്ന് പ്രവാചകൻ അഭിസംബോധന ചെയ്ത ഫാത്തിമ ബീവിയുടെ സ്വന്തം പിയാപ്ല 4-ാം ഖലീഫ അലി ഇബ്നു അബീ താലിബ് 4 കൊല്ലവും 9 മാസവും ഖലീഫയായി അമ്മോച്ചന് വേണ്ടി മുഹമ്മദ് നബിയുടെ ജന്മദിനം എന്നതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു ദിവസം പ്രവാചകന്റെ പേരിൽ ഒരു ആഘോഷം നടത്തിയതായോ ഒരു സന്തോഷം പ്രകടിപ്പിച്ചതായോ ഇസ്ലാമിക രേഖയിൽ എവിടെയും കാണുന്നില്ല. ഇവിടെയാണ് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്. എന്തിനാണ് ഇസ്ലാമിന്റെ പേരിൽ, എന്തിനാണ് മതത്തിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ വലിയ വലിയ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്? പുണ്യം കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഇത് നടത്തപ്പെടുന്നതെങ്കിൽ അതിന്റെ പേരാണ് ബിദ്അത്ത്, അതിന്റെ പേരാണ് മതത്തിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ടത് എന്ന് പറയപ്പെടുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ 55 വർഷം, 4 ഖലീഫമാർക്ക് ശേഷം 55 വർഷം സ്വന്തം ഭാര്യമാര് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. പ്രവാചകന്റെ ഭാര്യമാർ 55 കൊല്ലം ജീവിച്ചു. ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു ഭാര്യ തന്റെ പ്രിയാപ്ലയ്ക്ക് വേണ്ടി ജന്മദിനം ആഘോഷിച്ചോ? എവിടെയെങ്കിലും തെളിവുകൾ കാണാവോ? ശേഷം 100 വർഷം ജീവിച്ച
സ്വഹാബാക്കൾ, താബിയുകൾ, താബിയുകൾ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും കാലത്ത് അത്തരത്തിലുള്ള ഒരാഘോഷം നടന്നതായി എവിടെയെങ്കിലും തെളിയിക്കാമോ? പോവട്ടെ, ശേഷം കഴിഞ്ഞല്ലോ 4 മദ്ഹബിന്റെ ഇമാമുകൾ അല്ലേ? അബൂ ഹനീഫ റഹിമഹുല്ല, മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റഹിമഹുല്ല, ഷാഫി മദ്ഹബിൽ ഷാഫി ഏതെങ്കിലും ഒരു ദിവസം ഇമാം ഷാഫിയോ അദ്ദേഹത്തിന്റെ അനുയായികളോ പറയപ്പെടുന്ന ഇമാമുമാർ ആരെങ്കിലും ഇമാം മാലിക് റഹിമഹുല്ല നടത്തിയോ? ഒരു ഇമാമും പ്രവാചകന്റെ പേരിൽ ഇത്തരത്തിലുള്ള ഒരാഘോഷം എവിടെയെങ്കിലും നടത്തിയതായി തെളിവ് ഇസ്ലാമിക രേഖയിൽ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇസ്ലാമിന് പരിചയമില്ലാത്തതാണ്. പിന്നെ എന്നാ വന്നത്? പ്രവാചകന്റെ മരണശേഷം 300 കൊല്ലം കഴിഞ്ഞ് ഷിയാക്കളാണ് ഇതിന്റെ തുടക്കം കുറിച്ചത്. തെളിവുകളുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും 300 കൊല്ലവും കൂടി കഴിഞ്ഞ് മുളഫർ രാജാവിന്റെ ഭരണകാലത്ത് മുളഫറാണ് ഇതൊന്നുകൂടി വ്യാപകമാക്കിയത്. ഇതിനും തെളിവുകളുണ്ട്. അപ്പൊ പ്രവാചകന് ശേഷം 600ഓളം കൊല്ലം കഴിഞ്ഞിട്ട് നടത്തപ്പെട്ട ഒരു സംഭവം എന്തിനായിരുന്നു ഇത്? അന്നത്തെ സാഹചര്യത്തിൽ ബിസിനസ് രംഗത്ത് ഇതൊരു വലിയ വിപ്ലവം ഉണ്ടാക്കാൻ ഒരാഘോഷ പരിപാടി നടത്തി ആളുകളെ ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അക്കാലൂന വൽ ബത്താലൂന എന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് ചില ആളുകൾ തീറ്റക്കൊതിയന്മാരും അതേപോലെയുള്ള ആളുകളുമൊക്കെ ഉണ്ടാക്കിയ ഒരു സംഭവമാണിതെന്ന് ഇസ്ലാമിന് പരിചയമില്ലെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ അറിയണം. അതുകൊണ്ട് തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. പ്രവാചകൻ അങ്ങനെ തന്നെ പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, നമ്മുടെ മതത്തിന്റെ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി വല്ലതും നിർമ്മിക്കപ്പെട്ടാൽ മാ ലൈസ മിൻഹു, മതത്തിലില്ലാത്ത കാര്യം, ഫഹുവ റദ്ദ്, അത് റദ്ദ് ചെയ്യപ്പെടേണ്ടതാണ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ, നമ്മുടെ കൽപ്പനയില്ലാത്ത, നമ്മുടെ അംഗീകാരമില്ലാത്ത, നമ്മുടെ പ്രവൃത്തിയില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം മതത്തിന്റെ പേരിൽ ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് റദ്ദ് ചെയ്യപ്പെടേണ്ടതാണ്. ഇത് ഇസ്ലാം മതത്തിന്റെ വളരെ കൃത്യമായ നിലപാടാണിത്. ഇമാം തൊബറാനി എന്താ പറഞ്ഞതെന്നറിയോ? ഇന്നല്ലാഹ ഹജബ തൗബ അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ ഹത്താ യദഅ ബിദ്അത്തുഹു. ഒരു ബിദ്അത്ത്, മതത്തിലില്ലാത്ത കാര്യം ഉണ്ടാക്കുന്ന, അത് പ്രവർത്തിക്കുന്ന ആളുകൾ ആരോ ആവട്ടെ, അവര് അത്തരത്തിലുള്ള ബിദ്അത്ത് ചെയ്താൽ അവർക്ക് തൗബയില്ല. അവരുടെ തൗബ അല്ലാഹു ഹജബ തൗബ, തൗബക്കിടയിൽ മറയിട്ടിരിക്കുന്നു. വളരെ കൃത്യമാണ്. ഇതൊരു ചെറിയ വിഷയമല്ല. നമ്മൾ ഇത് ചോറല്ലേ, ഇത് ബിരിയാണിയല്ലേ, ഇത് പോത്തല്ലേ, ഇതല്ല ഇതിന്റെ വിഷയം. ഇവിടെ ഭക്ഷണമല്ല പ്രശ്നം, ഇത് ദീനാണ്, ഇത് മതമാണ് ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം അത് ഇസ്ലാമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം അത് കൃത്യമായി നിലനിൽക്കേണ്ടതുണ്ട്. അത് കൃത്യമായി മുഹമ്മദ് റസൂലുള്ളാഹി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് വള്ളിമുള്ളി വ്യത്യാസമില്ലാതെ ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ചോ ഓരോരുത്തരും അവരവരുടെ താല്പര്യമനുസരിച്ചോ നിർമ്മിക്കപ്പെടേണ്ട ഒരു സംഗതിയല്ല. അതുകൊണ്ട് സുന്നത്ത് എന്താണ്, കല്ലെന്താണ്, മുള്ളെന്താണ്, വളരെ കൃത്യമായി വ്യവച്ഛേദിച്ച് വേർതിരിച്ച് പ്രവാചകൻ കാണിച്ചു തന്നു. എങ്ങനെ? പല ആളുകളും പല വിധത്തിലുള്ള പ്രവർത്തികൾ ചെയ്തപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളെ എല്ലാവരെയും വിളിച്ചുകൊണ്ടുവന്ന് മണൽപ്പരപ്പിൽ ഒരു നേർവര വരച്ചു. നേരായ ഒരു വര, അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ശാഖകൾ ഇങ്ങനെ വെച്ചു കൊടുത്തു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഈ കാണുന്ന ശാഖകളൊക്കെയും വിദ്യാർത്ഥാണ്. നേരെ വരച്ച ആ വരയുണ്ടല്ലോ, ആദിഹി സബീലി
ഹാദിഹി സബീലി, ഇതാണ് എന്റെ മാർഗം, ഇതാണ് എന്റെ വഴി. ആരെന്തു പറഞ്ഞാലും പ്രവാചകന്റെ ഈ വാക്കുകൾ, പ്രവാചകന്റെ ഈ മാതൃക, അതാണ് നമ്മുടെ ജീവിതം. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ, പ്രവാചകൻ എന്തൊന്നു കൊണ്ടുവന്നുവോ ഫഖുദൂ, അത് സ്വീകരിക്കണം. വമാ നഹാകും അൻഹു ഫന്തഹൂ, എന്തൊന്നാണോ പ്രവാചകൻ വിരോധിച്ചത് അത് നാമും ഒഴിവാക്കണം. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 കൊല്ലക്കാലം കൊണ്ട് സമൂഹത്തെ സമുദ്ധരിച്ച്, സമൂഹത്തെ ഏറ്റവും ഉദാത്തമായ, ഏറ്റവും ഉത്കൃഷ്ടമായ, സംസ്കാര സമ്പന്നമായ ഒരു സമൂഹത്തെ പ്രവാചകൻ തന്റെ 23 കൊല്ലം കൊണ്ട് വാർത്തെടുത്തത് അങ്ങനെയാ. ഖുർആൻ കൊണ്ട് അവർക്ക് ഖുർആൻ ഓതിക്കൊടുത്തു, ഖുർആൻ കൃത്യമായി അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അതുകൊണ്ട് അല്ലാഹു അവന്റെ വേദഗ്രന്ഥത്തിലൂടെ പറയുന്നു, വമൻ യുതിഇല്ലാഹ വറസൂൽ, ആരെങ്കിലും അല്ലാഹുവിനെ അനുസരിക്കുക, അവന്റെ പ്രവാചകനെ അനുസരിക്കുക എങ്കിൽ ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. മിനൻ നബിയ്യീന, പ്രവാചകന്മാർ, വസ്സുദ്ദീഖീന, സുദ്ദീഖീങ്ങൾ, വശുഹദാ, ശുഹദാക്കൾ, വസ്വാലിഹീന, സ്വാലിഹീങ്ങൾ. ഉലൈക റഫീഖ വഹസുന ഉലൈക റഫീഖ, എന്തു നല്ല കൂട്ടുകാർ, എത്ര നല്ല കൂട്ടുകാരാണ് ഇവർ. സിദ്ദീഖീങ്ങൾ, നബിമാർ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, ഇവരുടെ കൂടെ ചേരണോ? ഇവരുടെ കൂടെ പോകണോ? അള്ളാഹുവിനെ അനുസരിക്കുക, അവന്റെ പ്രവാചകന്റെ സുന്നത്ത് പിൻപറ്റുക. ബിദ്അത്തിന്റെ കൂടെ പോയാൽ ഇവരുടെ കൂട്ടായ്മയിൽ പങ്കുചേരാൻ നമ്മൾക്ക് സാധ്യമല്ല എന്ന തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടാകണം. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ സാനിയം തഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുക. ഓരോ വിഷയങ്ങളും പ്രത്യേകമായ ചില സാഹചര്യങ്ങളിൽ, സന്ദർഭങ്ങളിൽ ഉണർത്തുന്നത് വളരെ നല്ലതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുന്നത്. ആരാധനകൾ പോലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ആരാധനകൾ പോലും യഥാർത്ഥത്തിൽ ഇന്ന് കമ്പോളവൽക്കരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതാണ് ശരി. എല്ലാം ബിസിനസ്സാണ്. ഒരാചാരം വന്നാൽ, അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലുള്ളൊരു സാഹചര്യം, അത് ഓണമായാലും അത് നബിദിനമായാലും അത് മറ്റെന്തെങ്കിലും ആഘോഷമാണെങ്കിലൊക്കെ ഈ രംഗത്തൊക്കെ വല്ലാത്ത ഇടപെടലുകൾ, കമ്പോള രംഗത്ത് വലിയ വലിയ കച്ചവടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതൊരു സത്യമാണ്. എന്തിനേറെ പറയുന്നു, ഓൺലൈനിലൂടെ, യൂട്യൂബിലൂടെ ദിക്റുകൾ വിറ്റഴിക്കപ്പെടുന്ന, ദിക്റുകൾ അടക്കം വിറ്റഴിക്കപ്പെടുന്ന, പ്രാർത്ഥനകളും ദുആകളും ഒക്കെ വിറ്റഴിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനത്തെ ഒരു വല്ലാത്ത ഒരവസ്ഥയിൽ. എന്നിട്ട് അതിൻ്റെ ശേഷം ഗൂഗിൾ പേ നമ്പർ അയച്ചു കൊടുക്കുകയാണ്. ഗൂഗിൾ പേ നമ്പർ അയച്ചു കൊടുക്കുകയാണ്. അറിവും തൻ്റെടവും പാണ്ഡിത്യവും ഒക്കെ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ആളുകൾ യൂട്യൂബ് കച്ചവടം. എന്നിട്ട് അതിൽ ഈ ദുർബലരായ മനസ്സുള്ള ആളുകൾ ഇതിൽ അങ്ങ് വല്ലാതെ പെട്ടുപോവുകയാണ്. എന്നിട്ട് അതിലിങ്ങനെ വല്ലാതെ കുടുങ്ങിയിട്ട് നമ്മൾ ഈ ജാതി അനാചാരങ്ങളുടെ, അന്ധവിശ്വാസങ്ങളുടെ കൂടെ പോയി നമ്മളുടെ ആഖിറം നമ്മൾ നഷ്ടപ്പെടുത്തുക. അത്തരത്തിലുള്ള വല്ലാത്ത ഓരോ വർഷവും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓരോ വർഷവും ബിദ്അത്തുകൾക്ക് ഏറെ പ്രചുര പ്രചാരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതൊരു സത്യമാണ്. അത് വിചാരിച്ച് നമ്മൾക്ക് ഈ സത്യം പറയാതിരിക്കാൻ കഴിയും? ഇത് നമ്മുടെ ബാധ്യതയാണ്. പരിശുദ്ധ ഖുർആനിലൂടെ കൽപ്പിക്കപ്പെട്ട ഒരു ബാധ്യതയാണ്. ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന. ഇത് ഖുർആന്റെ കൽപ്പന. ക്ഷണിക്കണം, പറയണം, ബോധ്യപ്പെടുത്തണം. എങ്ങനെയൊക്കെ പറഞ്ഞാലും ബിദ്അത്തുകൾ അത് കൊടികുത്തി വാഴുകയാണ്. അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നമ്മുടെ രാജ്യത്തെ അതിങ്ങനെ വർദ്ധിച്ചു വരികയാണ്. ഓരോ കാലവും കഴിഞ്ഞ വർഷങ്ങളിലില്ലാത്ത വിധം തോരണങ്ങളൊക്കെ ഉണ്ടാക്കി
വലിയ വലിയ ചെലവിട്ടുകൊണ്ട് നടത്തപ്പെടുന്ന ആഘോഷങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഒരു കമ്പോളവൽക്കരണമുണ്ട്. ഇതിന്റെ പിന്നിൽ യൂട്യൂബിൽ പരസ്യങ്ങൾ കാണുന്നു, ഓൺലൈൻ പരസ്യങ്ങൾ കാണുന്നു. എന്താണെന്നറിയോ പറയുന്നത്? ഖബറിലേക്ക് പോകണ്ടേ, നിങ്ങൾക്ക് ഖബറിലേക്ക് പോകണ്ടേ? ഖബറിൽ വെളിച്ചം വേണ്ടേ? ആ വെളിച്ചം ആഖിറത്തിലേക്ക് പരക്കണ്ടേ? അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ വക ഒരു കെട്ടിലേക്ക്, ഇത് ബിസിനസ്സാണ്. എന്നിട്ട് ആളുകൾ ഇങ്ങനെ കണ്ടമാനം ട്യൂബുകൾ വാങ്ങി വെളിച്ചം വെച്ച് ഇങ്ങനെ നടക്കുക. ഖബറിന്റെ ഉള്ളിൽ വെളിച്ചം കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. ഞാൻ പറയുന്നത് ഒരു ശക്തമായ ഒരു വിമർശനം എന്നല്ല ഞാൻ പറയുന്നത്. ഇസ്ലാമിലെ കർമ്മങ്ങൾ പോലും കമ്പോളവൽക്കരിക്കപ്പെടുന്നു എന്നതിനുള്ള ഒരു തെളിവാണ് ഞാൻ പറഞ്ഞത്. ഇത് റസൂലുള്ളാഹി വളരെ നേരത്തെ തന്നെ ദീർഘദൃഷ്ടിയോടുകൂടി നോക്കിക്കണ്ടു. ഇതൊക്കെ വരും എന്ന് പ്രവാചകൻ അറിയാം. പ്രവാചകൻ എന്തു പറഞ്ഞു? തറക്തു ഫീ, മരിക്കാൻ നേരത്ത് പ്രവാചകന്റെ വഫാത്തിന്റെ സമയത്ത് പ്രവാചകൻ പറഞ്ഞു, തറക്തു ഫീക്കും അംറൈൻ, ഞാൻ നിങ്ങളെ 2 കാര്യം ഏൽപ്പിച്ചിട്ടാണ് പോണത്. ലൻ തളില്ലൂ മാ തമസ്സക്തും ബിഹിമാ, ആ 2 കാര്യവും നിങ്ങൾ കൃത്യമായി സ്വീകരിച്ച് മുറുകെ പിടിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ എന്താവൂല, ഒരിക്കലും നിങ്ങൾ വഴി പിഴച്ചു പോവുകയില്ല. ലൻ തളില്ലൂ, നിങ്ങൾ വഴി പിഴച്ചു പോകൂല. മാ തമസ്സക്തും ബിഹിമാ, അത് 2 മുറുകെ പിടിച്ചാൽ, 1 കിതാബ് അല്ലാഹുവിന്റെ കിതാബ്, 2 വസുന്നത റസൂലിഹി, റസൂലുള്ളാഹിന്റെ സുന്നത്ത്. ഇത് 2 മുറുകെ പിടിച്ചാൽ വഴി തെറ്റൂലാന്ന് പ്രവാചകൻ മരിക്കണ നേരത്ത് വഫാത്തിന്റെ സമയത്ത് പ്രവാചകൻ വസിയ്യത്തായി പറഞ്ഞേൽപ്പിച്ചു പോയതാ. അപ്പം ഈ പ്രവാചകന്റെ ശേഷം ഇതൊക്കെ വരും എന്ന് പ്രവാചകൻ നേരത്തെ നോക്കിക്കാണുകയാ. പ്രവാചകൻ പറഞ്ഞല്ലോ, ഖൈറുൽ ഖുറൂനി ഖർനി, നൂറ്റാണ്ടുകളിലെ തലമുറകളിലെ ഏറ്റവും നല്ല നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ടാ. പ്രവാചകൻ പറഞ്ഞു, ഖൈറുൽ ഖുറൂനി ഖർനി, എൻ്റെ നൂറ്റാണ്ടാ. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനുശേഷമുള്ള സഹാബികളുടെ താബികളുടെ നൂറ്റാണ്ടാ. അതിനുശേഷം തബഉ താബികളുടെ നൂറ്റാണ്ടാ. ഇത് 3 നൂറ്റാണ്ടും കഴിഞ്ഞ് 600 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ആചാരങ്ങളാണ് നമ്മുടെ രാജ്യത്ത് വ്യാപകമാക്കിക്കൊണ്ടിരിക്കുന്നതും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. ഇവിടെയാണ് വിശ്വാസികൾ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഉമ്മത്തി, എൻ്റെ ഉമ്മത്ത് കൃത്യമായി മനസ്സിലാക്കണം. കുല്ലു ഉമ്മത്തി, എല്ലാ എൻ്റെ സമൂഹവും യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവർ ഒഴികെ. ഖീല യാ റസൂലല്ലാഹ്, അത് കേട്ടപ്പം വമൻ യഅബാ യാ റസൂലല്ലാഹ്, ആരാണ് പ്രവാചകരെ ഈ വിസമ്മതം കാണിച്ചവർ? റസൂലുള്ളാഹി ഖാല പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിച്ച് എന്നെ പിൻപറ്റിയിട്ടുള്ളവൻ അവൻ സ്വർഗത്തിലാണ്. വമൻ നസാനി, എൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചവനാരോ അവൻ ഖദ് അബാ, അവനാണ് വിസമ്മതിച്ചവൻ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തെ സമുദ്ധരിക്കുകയാണ്. വളരെ കൃത്യമാണ് ഇസ്ലാം, വളരെ കൃത്യമാണ്. അത് എല്ലാ കാലത്തേക്കും ഉൾക്കൊള്ളാൻ പറ്റിയ നിയമസംഹിതകളാണ് ഇസ്ലാം പ്രചരിപ്പിച്ചിട്ടുള്ളത്. അതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. അത് കൃത്യമായി മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും, ഇത് നമ്മുടെ ആഖിറത്തിന്റെ പ്രശ്നമാണ്. ഇത് തൽക്കാലം നമ്മുടെ ഈ ദുനിയാവില് നാക്കു വലിപ്പമുണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞു നിൽക്കാനുള്ളതല്ല. ഇതെങ്ങനെയെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞു നിൽക്കാനുള്ളതല്ല. മറിച്ച് എന്റെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന ഘടകമാണ്. ആരുമില്ലാതെ ബാപ്പ മകനെ നോക്കുമ്പോ മോനോട് സലാം പറയാൻ കഴിയാത്ത ബാപ്പയോട് തിരിച്ചങ്ങോട്ട് സലാം പറയാനോ സന്തോഷ വിവരങ്ങൾ അന്വേഷിക്കാനോ തൻ്റെ കരളിന്റെ കഷ്ണമായി ദുനിയാവിൽ ജീവിച്ചതിടത്തോളം ഞാൻ സ്നേഹിച്ച തൻ്റെ ഭാര്യയെ കാണുമ്പോൾ ഭാര്യയോട് ഒരക്ഷരം പറയാൻ കഴിയാത്ത ഓരോരുത്തർക്കും അതിനനുസരിച്ചുള്ള ഭാരവും ഭാണ്ഡവുമായി പരലോകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട് എന്ന സത്യം നമ്മൾ അറിയണം. അവിടെ രക്ഷ വേണോ? പ്രവാചകന്റെ സുന്നത്തനുസരിച്ച് ജീവിച്ചാൽ അവിടെ രക്ഷയുണ്ട്. അല്ലെങ്കിൽ
യദ്ഖുലൂന ഫീ ജഹന്നമ ദാഖിലീൻ. അങ്ങേയറ്റം വെറുക്കപ്പെട്ട നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും എന്ന് നമ്മൾ അറിയണം. അള്ളാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സത്യം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന മുഅ്മിനുകളിൽ, മുത്തഖികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിനനുസരിച്ച് പ്രവാചകനെ പിൻപറ്റി സ്വാലിഹീങ്ങളുടെ കൂടെ, സുദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, പ്രവാചകന്മാരുടെ കൂടെ ഏറ്റവും നല്ല ആ സ്നേഹത്തോടു കൂടിയുള്ള ഒരു കൂട്ടായ്മയിൽ പങ്കുചേരാനുള്ള മഹാഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചകന്റെ സുന്നത്ത് കൃത്യമായി ജീവിതത്തിൽ പകർത്തുകയും ബിദ്അത്ത്, ശിർക്ക് അതിൻ്റെ അംശം ജീവിതത്തിലേക്ക് വരാതിരിക്കാനുള്ള ശ്രമമാണ് ഏതൊരു വിശ്വാസിയും നടത്തേണ്ടത്. അങ്ങനെ അതിനോട് രാജി പറയാനുള്ള കരുത്ത് നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ വീടുകളിലും ആശുപത്രികളിലും രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ട് വേദനകൾ കടിച്ചമർത്തി കഴിയുന്നവരുണ്ട്. പലരും പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. നാഥാ, രോഗികളായി കിടക്കുന്ന മുഴുവൻ ആളുകളുടെയും രോഗത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ വിധിക്ക് ഉത്തരമേകി നിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നിട്ടുള്ള ഒരുപാട് ആളുകൾ, റബ്ബേ, മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അവരെ അനുഗ്രഹിക്കണേ അല്ലാ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെയും അവരെയും നീ ഒരുമിച്ച് കൂട്ടണേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين. اللهم مقلب القلوب ثبت قلوبنا على دينك. اللهم مصرف القلوب صرف قلوبنا على طاعتك. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.